സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശിക അടുത്ത സർക്കാരിലേക്ക് കെട്ടിവെക്കുന്നതിനെതിരെയുള്ള ഡാറ്റ മോഷണത്തിനെതിരെയും കേരള എൻജിഒ അസോസിയേഷൻ കൊല്ലങ്കോട് ബ്രാഞ്ച് കമ്മിറ്റി കൊല്ലങ്കോട് ടൗണിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. സർക്കാർ ജീവനക്കാരുടെ 65,000 കോടി രൂപ കൊള്ളയടിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ KG എൽദോ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം പോലും കൊള്ളയടിച്ച ഈ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാത്രമായി 1 ലക്ഷം കോടി കുടിശ്ശികയാക്കിയിരിക്കുന്നു. നാട്ടിലെ ഒരു വിഭാഗവും ഈ സർക്കാരിനെ വിശ്വസിക്കുന്നില്ല. സപ്ലൈകോയ്ക്ക് നെല്ലളക്കാൻ ഭയക്കുന്ന ചെറുകിട കർഷകൻ പോലും ഭയത്തിലാണ്. ഒരു ഗവൺമെന്റിന്റെ അവസാനത്തെ മണിക്കൂറിൽ 10 വർഷക്കാലമായിട്ട് മുടങ്ങിക്കിടന്ന ഇവിടെ അതിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഞെട്ടലോട് കൂടിയിട്ടാണ്. അതാണ് ഈ സമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ധർണ. കേരളത്തിലെ ജീവനക്കാരുടെ 10 വർഷത്തെ മുടക്കി വെച്ച ആനുകൂല്യം തിരിച്ചു കൊടുക്കണമെങ്കിൽ 65,000 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ കേട്ടോളൂ. കൊല്ലങ്കോട്ടിലെ സാധാരണ ടാക്സിക്കാരും ചെറുകിട കച്ചവടക്കാരൊക്കെ ഇവിടെയുണ്ട്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ 10 വർഷക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ ഉത്തരവിറക്കി. ആ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി 65,000 കോടി രൂപ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. പെൻഷൻകാരുടെ കൂടെ കൂട്ടിച്ചേർത്താൽ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയിലേക്ക് ആ തുക വലുതാവുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ബ്രാഞ്ച് പ്രസിഡന്റ് പ്രജിത് ബി നാഥ് അധ്യക്ഷനായി. എൻജിഒ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി A. ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നാസർ പയ്യലൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുരുദാസ് K. രാജ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR ഭാസ്കരൻ, ഫിറോസ് ഉണ്ണികൃഷ്ണൻ, സുരേഷ് തലവട്ടാമ്പാറ എന്നിവർ സംസാരിച്ചു.